ഒരു ചൂടുവെള്ളത്തിൽ മതി, പറ്റും തെറ്റിക്കണ്ട. ശരി. ഹായ് വല്യമാമ. വരണൂന്ന് ബ്രഹ്മദത്തൻ പറയണ്ടായി. എന്താ വൈകിയേ? നേരത്തെ പുറപ്പെട്ടു. ഷൊർണൂരും ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് കറങ്ങാനുണ്ടായിരുന്നു. ബോംബെയിൽ ജീവിക്കണം നിനക്കെന്താടോ ഹരി ഷൊർണൂർ കാര്യം? ഒന്നും പറയണ്ട എന്റെ വല്യമാമേ. ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ. ആ, എന്റെ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു തരാം. കേട്ടിട്ടുണ്ടാവും, പല്ലാവൂർ ദേവനാരായണൻ. മൈ ഗുഡ്നസ്, അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ ആ ജീനിയസിനെ. എവിടെയുണ്ടായ? ഒരു കായകൽപ്പറ്റിന് വന്നിരിക്കുക. കുറച്ച് ദിവസം ഉണ്ടാവും. നീ ഇപ്പൊ വിശ്രമിക്ക്, ഞാൻ പരിചയപ്പെടുത്താം. ശരി. ഹായ് ഓപ്പോളെ, സുഖാണോ? അല്ല ഹരി, നീ എപ്പോന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ഓപ്പോളെ. സുഖല്ലേ? ആ. ഹായ് സീത, നീ ആളൊന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ? ഒരു ഗുരുവിനെ വീണ് കിട്ടിയിട്ടുണ്ട്, പല്ലാവൂരിനെ. ചില പുതിയ കമ്പോസിംഗ് പ്രാക്ടീസും ഒക്കെ ആയി ഇത്തിരി സജീവ. വെരി ഗുഡ്. എന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമാമ. ഓപ്പോളെ, ഞാൻ നാളെ കണ്ടിട്ട് വരാം. സീത, നിന്റെ ആങ്ങളെയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ വല്യമാവിന്റെ മുമ്പിൽ ഞാൻ വിട്ടിയാവുന്ന എന്റെ പേടി. ഇത്രയ്ക്ക് ധൈര്യമില്ല അച്ഛാ. ഏട്ടൻ എന്തിനാ വലിയൊരു പ്രോജക്റ്റുമായി മൂവ് ചെയ്യുന്നേ? മിണ്ടരുത്. ആടലോടവും അഷ്ടചൂർണവും ഒക്കെ അരച്ച് കലക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന നിന്റെ ആഗ്രഹം. ഇതെന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്. നോക്കിക്കോ നീ, ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും. ഈ ഹരി എവിടെ പോയി കിടക്കുക? പല്ലാവൂരിന്റെ അടുത്തായിരിക്കും. ഒരു വട്ടിന് മറ്റൊരു വട്ട് കൂട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, അവന്റെ കാര്യം എത്രയേ ഉള്ളൂ. ഒരു ചെണ്ടോ തൊടിയോ കണ്ട അവിടെ വീണ് കിടക്കും. സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ. പുള്ളിയെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്തവണത്തെ വരവെന്തായാലും വേസ്റ്റ് ആയില്ല. ഹരി, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് മറന്നുവോ? ദാ ഒരാൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല അളിയ. പറഞ്ഞ് പ്രലോഭിപ്പിച്ച കാര്യങ്ങളൊക്കെ അവതാരത്തിലാക്കിയിട്ട് നീ അങ്ങ് മുങ്ങരുത്. പിന്നെ അളിയനാണ് നോക്കില്ല ഞാൻ. അളിയ, ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം. ആദ്യം ഒരു ഗ്ലാസ് ബിയർ, ദെൻ ബിസിനസ്. ഭയാശങ്ക വേണ്ട, ഒന്നുകൂടെ ഒന്ന് ഒഴിഞ്ഞു നേരാക്കാനുണ്ട്. നന്ദിയുണ്ട്. ഹായ്, എല്ലാ നന്ദിയും മേഴത്തൂർ ഭഗവതിക്ക്. നീർക്കെട്ട് വീഴാതിരിക്കാൻ ഒന്ന് കെട്ടണം. വരിക. ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ വന്നെത്തിയല്ലോ, ഭാഗ്യം. ആദ്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ. സങ്കടം വരുമ്പോ ഒന്നിച്ച്, സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച്. ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാ ഞങ്ങൾ വന്നത്. സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉണ്ട് ദേവന്. തൃശ്ശൂരിൽ നിന്ന് രാമവർമ്മത്തമ്മ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ കാണാം. ഹൗ, മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. സീതാലക്ഷ്മി, എന്താ കുട്ടി ഇവിടെ വന്നിരിക്കണേ? ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എഴുന്നേറ്റ് വാ, മുത്തച്ഛൻ തിരക്കണു. ഓപ്പോള് പൊക്കോളൂ, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. എന്താ, ഞാൻ കൊളത്തി ചാടി ചാകുമെന്ന് വിചാരിച്ചിട്ടാ? ഇല്ല ഓപ്പോളെ, അങ്ങനൊന്നും ഇനി ഉണ്ടാവില്ല. ജീവിക്കണം എനിക്ക്. ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട്. വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാൻ ഒരു കൈയുണ്ട്. ഓപ്പോളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെ. നീ എന്തൊക്കെയായി പറയണേ?
ഓപ്പോള് കേട്ടില്ലേ മുത്തശ്ശൻ പറഞ്ഞത്? സത്യാണ് തോപ്പോളെ. ഈ മേഴത്തൂർ ഭഗവതി പല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ മോളെ, ജീവിതത്തില് ആദ്യമായിട്ട് ഒരാളെ മോഹിക്കുകയാണ് എന്റെ ഓപ്പോളെ. എല്ലാം ഒരു കയറും തുമ്പ് തൊടുക്കിക്കളയാൻ ഇടവരുത്തല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. അവളുടെ മനസ്സില് വല്ലാണ്ട് കയറിപ്പെട്ടിരിക്കുന്നു അയാള്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചാട്യക്കാരിയാണ് അവള്. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം. എന്തിന്? അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെച്ചാ എതിര് നിൽക്കണോ? എന്താ ഈ പറയണേ? അല്ല, അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലോ? പ്രശ്ന വിചാരത്തിൽ ഞാനത് തെളിഞ്ഞു കണ്ടിരിക്കണു. എന്ത് ഭ്രാന്താ ഈ പറയണേ? കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ ദേവനാരായണൻ? അതെ, പക്ഷെ അവർ രണ്ട് ധ്രുവങ്ങളിലാ. വേണേച്ചാ പെട്ടെന്ന് അങ്ങോട്ട് വേർപെടുത്താവുന്നൊരു ഉറപ്പേ ആ ദാമ്പത്യത്തിനുള്ളൂ. എന്നാലും ജാതിയിൽ അയാൾ ആരാ? സ്വഭാവത്തിൽ എങ്ങനെയാ? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്കുക. പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം തികഞ്ഞ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അവളുടെ കണ്ണീരിവിടെ വീഴരുത്. ഇനിയെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. ഭഗവാനെ. ഭ്രാന്തന്മാരെ ചികിത്സ ഇപ്പൊ ഭ്രാന്ത് വല്യമാമയ്ക്കായോ? ഇല്ല, സമ്മതിക്കില്ല ഞാൻ. ഒന്ന് പതുക്കെ പറയാ, അപ്പുറത്താരെങ്കിലും കേട്ടാ? കേക്കട്ടെ, വല്യമാമ തന്നെ കേക്കട്ടെ. തല വെട്ട വെട്ടട്ടെ. എന്നാൽ ഈ നെറുകേട് ഞാൻ സമ്മതിക്കില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമ. നളിനറിയില്ലേ? അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു, ഓപ്പോൾ എന്തോ കേട്ടു, വല്യമാമ എന്തോ തീരുമാനിച്ചു. പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല. അയാളെ പറ്റി തനിക്ക് എന്തറിയാം? മതി ചികിത്സയും അയാൾ പോക്കെ. അടിച്ചിറക്കി ഞാൻ അവനെ. അളിയും വെറുതെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. ഏറി വന്നാൽ ഒരാഴ്ച അയാൾ മടങ്ങി പോവില്ലേ? ഹരി പറഞ്ഞു തന്നെ ശരി. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്നെ പറഞ്ഞാ മതി. ശ്രദ്ധിക്കണായിരുന്നു നീ അവളെ. വാ. ഒരുങ്ങി കഴിഞ്ഞില്ലേ ദേവാ? എന്നിട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞേ മറന്നോ? നാളെയല്ലേ ഫംഗ്ഷൻ? മറന്നു ഞാൻ. എന്താണോ തനിക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അയ്യോ, ഫംഗ്ഷൻ മറന്നതല്ല, അതിന്റെ കാര്യം ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിച്ചത് മറന്നുപോയി. അതാ പറ്റിയത്. തിരുമേനി ഒന്ന് കാണണം. ഇരുന്നോളൂ. സീതാലക്ഷ്മി, അറിഞ്ഞു. കൊണ്ടുപോകാൻ ആളെത്തിയില്ലേ? അതെ. മറന്നു പറഞ്ഞതൊക്കെ? പറഞ്ഞില്ലേ എന്നോട് മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മിനിക്ക് വെക്കണമെന്ന്? ഒക്കെ അനുസരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എങ്ങോട്ട് പോവാണ്ടേ? സീതാലക്ഷ്മി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ഇഷ്ടപ്പെട്ടു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഒന്ന് വിളിക്കൂ എന്നെ, കൂടെ ഇറങ്ങി വരാൻ ഞാൻ. മിണ്ടരുത്. നീ എന്താ വിചാരിച്ചേ? സങ്കടപ്പെട്ട് നടക്കുന്നോണ്ട് ഇത്തിരി കാരുണ്യം കാണിച്ചപ്പോ അപ്പൊ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതൊക്കെ? എന്ത് മോഹിപ്പിച്ചു? ഞാനൊരു പാവാ ദേവേട്ട, എന്നെ ഇട്ടേച്ച് പോവരുത്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു ദേവേട്ട, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, പേടിയാവുന്നു പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഈശ്വരന്മാരെ മനസ്സിലായി വരും. ഞാൻ പോയിട്ട് വരും. വേണ്ടാത്തതിലേക്കൊന്നും മനസ്സിനെ വലിച്ചെടുക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കും. എല്ലാം കേട്ടു, കണ്ടു. അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. തിരുമേനി ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ഉപദേശം കൊണ്ട് തിരുത്താവുന്ന നില വിട്ടിരിക്കണോ അവള്? നിനക്ക് രണ്ടാം ജന്മം നൽകി എനിക്ക് നീ ഒരു ദക്ഷിണ തരണം. നിന്റെ ജീവിതം ഞാൻ ചോദിക്കണം, എന്റെ സീതാലക്ഷ്മിക്ക് വേണ്ടി. എന്നെ കുറിച്ച് എല്ലാം അറിയില്ലേ തിരുമേനിക്ക്? എനിക്കൊരു കുടുംബമുണ്ട്. ഇഷ്ടമില്ലാത്തൊന്നും നമ്മൾ മടിശീലെ കൊണ്ട് നടക്കാറില്ലല്ലോ ദേവ. വല്ല ഊരിലെ എന്റെ കാല് കെട്ടിയിട്ടിരിക്കണ ആ നൂലാചാരം ഒന്ന് അറ്റിച്ചാൽ അത് എന്റെ മോൾക്കൊരു പുണ്യാവില്ലേ? എന്താ പറഞ്ഞത്? നൂലാചാരം അറ്റിക്കാനോ? സ്നേഹിച്ചിട്ടില്ലായിരിക്കാം.
അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അവള്. ചോദിച്ചില്ലേ ദക്ഷിണ? എടുത്തോളൂ, ഈ വലം കൈ തന്നെ വെട്ടിയെടുത്തോളൂ. അല്ലെങ്കിൽ ഗുരുത്വദോഷത്തിന്റെ പേരിൽ ഈ മൂർധാവിൽ ഇരുത്തി വീഴട്ടെ എന്ന് ശപിച്ചോളൂ. വേറൊന്നും എന്നോട് ചോദിക്കരുത്. തിരുമേനിയോടൊന്ന് പറഞ്ഞിട്ട് വേണ്ട. മുന്നോട്ട് കയറി. ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സാരിയും ബ്ലൗസൊക്കെ എടുത്തു വെച്ചോ? എന്തെടുത്തു വെക്കാനാ പറഞ്ഞ? നിന്റെ സാരിയും ബ്ലൗസും ഒക്കെ നീയും വരണു തൃശ്ശൂർക്ക്. എന്താ നോക്കി നിൽക്കണേ? ചെല്ല് വേഗം ചെല്ല്. ഞാനും പോവാ ദേവേട്ടന്റെ കൂടെ. ഞാനും പോവാ ദേവേട്ടന്റെ കൂടെ തൃശ്ശൂർക്ക്. അവളെ കൂടെ കൊണ്ടുപോകാൻ തോന്നിയത് ഏതായാലും നന്നായി. നിനക്ക് ഫെലോഷിപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷായി. അതെ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. ഭാഗീരഥി, പോയി വരിക. പോയി വന്നട്ടെ. ഭാഗ്യം. ഈ നിമിഷം തന്നെ കണ്ണടഞ്ഞു പോയാൽ എനിക്ക് പുനർജന്മം ഉണ്ടാവില്ല ഭാഗീരഥി. ഇത്തരത്തിലുള്ള ഒരു അതുല്യ പ്രതിഭയെ ഫെലോഷിപ്പ് നൽകി ആദരിക്കാൻ കഴിഞ്ഞതിൽ കേരള സംഗീത നാടക അക്കാദമിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രസ്തുത അംഗീകാരം സ്വീകരിക്കാനായി ശ്രീ പല്ലാവൂർ ദേവനാരായണനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പല്ലാവൂർ ദേവനാരായണനെ പൊന്നാട അണിയിച്ച് പുരസ്കാരം നൽകുവാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പല്ലാവൂർ ദേവനാരായണൻ നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, അംഗീകാരം കൊണ്ട് ഒരിക്കലും ഒരാൾ ആദരിക്കപ്പെടുകയല്ല, അനുഗ്രഹിക്കപ്പെടുകയാണ്. ഊണും ഉറക്കവും വെടിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് ചെയ്യുന്ന ഒരു അത്യധ്വാനത്തിന് കിട്ടുന്ന വരദാനമാണ് ഈ അംഗീകാരം. മൂർധാവിൽ ഈശ്വരൻ വെച്ച് തരുന്ന ഒരു മുദ്ര. നന്ദി പറഞ്ഞാൽ തീരാത്ത മനസ്സുമായി നിങ്ങൾ തരുന്ന ഈ തീരാത്ത സ്നേഹത്തിന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്യും.
ദേവേന്റെ പ്രസംഗം കലക്കി കിട്ടോ. ഞാൻ വിചാരിച്ചു മന്ത്രിമാരെ പോലെ മൈക്ക് കൈ കിട്ടിയ വിടില്ലാന്ന്. വെറുതെ വളവള പറഞ്ഞിട്ട് എന്താ കാര്യം? 2 വാക്ക് പറഞ്ഞാ കേൾക്കണവനും പറയണവനും മനസമാധാനം. ആ വന്നോക്കെ. ചിക്കനാണ്, ചിക്കനും നൂൽപ്പിട്ടു. ഒന്നങ്ങോട്ട് മാറിയ വാസം. വസുന്ധര അടുത്ത് വരും, ഭക്ഷണം കഴിക്കാം. അങ്ങോട്ടിരുന്നോളൂ, കഴിക്കാം. അയ്യോ, ഞാൻ ഇറച്ചി മീനൊന്നും കഴിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെജിറ്റേറിയൻ ഓർഡർ ചെയ്യാം. അറിയില്ലായിരുന്നോ കാര്യം? അതിന് അവളുടെ ഒരു കാര്യവും ഞാനിതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. യെസ്, വന്നോക്കെ. ഇയാളെന്താ ബെല്ലടിച്ച് പഠിക്ക? ദേവേട്ടൻ ഇല്ലേ? ഉണ്ട്, വരൂ. ഞാൻ ചന്ദ്രഭാനു. മനസ്സിലായി, ഇരിക്ക. എന്താ ഇവിടെ? ഫംഗ്ഷൻ നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ. തിരക്കിന്റെ ഇടയിൽ മുമ്പിലേക്ക് വരാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ആ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചേന്. എന്ത് ബുദ്ധിമുട്ട്? ഒരാഗ്രഹം പറഞ്ഞ തടസ്സം പറയൂ. ഇന്നൊരു പെഗ് എന്റെ കൂടെ കഴിക്കുന്നതിൽ വിരോധമുണ്ടാ? ക്ഷമിക്കണം, കുടുംബണ്ടേ കൂടെ. ദേവേട്ടനെ കാണാനും സംസാരിക്കാനും എനിക്ക് ഇനിയൊരു അവസരം ഉണ്ടാവുമെന്ന് തോന്നണില്ല. എനിക്ക് വിസ കിട്ടി, ഗൾഫിലേക്കല്ല. ഒരു വയറുവേദന വന്നപ്പോ അമലെ കാണിച്ചു. ചെക്കപ്പില് കണ്ടത് സ്റ്റൊമക്കിലെ ക്യാൻസർ എന്നാ. രക്ഷപ്പെടില്ല എന്നവന്മാര് പറഞ്ഞു. വേണ്ടാന്ന് ഞാനും പറഞ്ഞു. 6 മാസമെങ്കിൽ 6 മാസം വിട്ടുകൊടുക്കില്ല ദേവേട്ട. ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ഞാൻ മടങ്ങി പോവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താഴെ ബാറി കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഒറ്റ പെഗ് മതി. നിങ്ങളെല്ലാരും വന്നേ. എന്റെ ഒരു പഴയ സുഹൃത്താണ് ചന്ദ്രഭാനു. ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. കഥ അടച്ച് കുറ്റിട്ടോളൂ. അല്ലെങ്കിൽ വേണ്ട, അച്ഛന്മാരും കിട്ടന്മാരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഞങ്ങൾ ഉടനെ വരാം. ക്ഷമിക്കുക ബുദ്ധിമുട്ടിച്ചതിന്. ഇപ്പൊ തിരിച്ചയച്ചോളാം. കുമാരാ, നീ വന്നു.